നമസ്കാരം. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നവജാത ശിശുക്കളിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ശിശുക്കളുടെ ചർമ്മത്തിലും കണ്ണുകളുടെ വെള്ളയിലും കാണപ്പെടുന്ന മഞ്ഞ നിറ വ്യത്യാസം. അമ്മമാരിൽ ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഈ അവസ്ഥ പലപ്പോഴും തനിയെ മാറാറുണ്ട്. എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാറുണ്ട്. പ്രത്യേകിച്ച് മറ്റ് അടിസ്ഥാന രോഗ കാരണങ്ങൾ മൂലം ഉണ്ടാകുമ്പോൾ കൂടുതൽ ശ്രദ്ധയും പരിചരണങ്ങളും വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നവജാത ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗപ്രദമായിരിക്കും. പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഒപ്പം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നവജാത ശിശുവിന്റെ ചർമ്മത്തിലും കണ്ണുകളിലെ വെള്ളയിലും ഉണ്ടാകുന്ന മഞ്ഞ നിറമാണ് ശിശു മഞ്ഞപ്പിത്തം. കുഞ്ഞിന്റെ രക്തത്തിൽ ചുവന്ന രക്താണുക്കളുടെ മഞ്ഞ പിഗ്മെന്റായ ബിലിറുബിൻ അധികമായി അടങ്ങിയിരിക്കുന്നതിനാലാണ് ശിശു മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. ശിശുക്കളിലെ മഞ്ഞപ്പിത്തം സാധാരണയായി കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് പ്രീ ടേം ബേബീസ്, അതായത് 38 ആഴ്ചകൾക്ക് മുമ്പ് ജനിച്ച ശിശുക്കളിലും മുലപ്പാൽ കുടിക്കുന്ന ചില കുഞ്ഞുങ്ങളിലും ഇത് കണ്ടുവരുന്നു. ചില ശിശുക്കളിൽ അവരുടെ കരൾ രക്തപ്രവാഹത്തിലെ ബിലിറുബിൻ പുറന്തള്ളുവാൻ പാകമാകാത്തതിലാണ് ചില ശിശുക്കളിൽ മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റു ചില അടിസ്ഥാന രോഗങ്ങളും ശിശുക്കളിൽ മഞ്ഞപ്പിത്തത്തിന് കാരണമാകാം. 35 ആഴ്ചയ്ക്കും പൂർണ്ണ ഗർഭകാലത്തിനും ഇടയിൽ ജനിച്ച ശിശുക്കളിൽ കണ്ടുവരുന്ന മഞ്ഞപ്പിത്തത്തിന് പ്രത്യേകിച്ച് ചികിത്സ ആവശ്യമില്ല. അപൂർവമായി അസാധാരണമാം വിധം രക്തത്തിലെ ബിലിറുബിൻ ഉയർന്ന ഒരു നവജാത ശിശുവിന് മസ്തിഷ്കക്ഷതം സംഭവിക്കാം, പ്രത്യേകിച്ച് കഠിനമായ മഞ്ഞപ്പിത്തത്തിനുള്ള ചില അപകട ഘടകങ്ങളുടെ സാന്നിധ്യത്തിൽ. ചർമ്മത്തിലും കണ്ണുകളുടെ വെള്ളയിലും ഉണ്ടാകുന്ന മഞ്ഞ നിറമാണ് ശിശു മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന അടയാളം. ഇത് സാധാരണയായി ശിശു ജനിച്ച് 2ാമത്തെയും 4ാമത്തെയും ദിവസങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നു. കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ കുഞ്ഞിന്റെ നെറ്റിയിലോ മൂക്കിലോ പതുക്കെ അമർത്തുക. അമർത്തുമ്പോൾ ചർമ്മത്തിന് മഞ്ഞ നിറം തോന്നുന്നുവെങ്കിൽ കുഞ്ഞിന് നേരിയ മഞ്ഞപ്പിത്തം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഇല്ലെങ്കിൽ ഇപ്രകാരം ചെയ്യുമ്പോൾ ചർമ്മത്തിന്റെ നിറം അതിന്റെ സ്വാഭാവിക നിറത്തേക്കാൾ ഒരല്പം ഇളം നിറത്തിലാവും കാണപ്പെടുക. നിറവ്യത്യാസം മനസ്സിലാക്കുവാൻ കുഞ്ഞിനെ നല്ല വെളിച്ചത്തിൽ പരിശോധിക്കുക, അതായത് സ്വാഭാവിക പകൽ വെളിച്ചത്തിൽ പരിശോധിക്കുക. സാധാരണയായി പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതി മിക്ക ആശുപത്രികളും പിന്തുടർന്നു വരുന്നുണ്ട്. അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ശുപാർശ ചെയ്യുന്നത് നവജാത ശിശുക്കൾ ആശുപത്രിയിൽ ആയിരിക്കുമ്പോൾ പതിവ് വൈദ്യപരിശോധനയ്ക്കിടെ കുറഞ്ഞത് 8 മുതൽ 12 മണിക്കൂർ ഇടവിട്ട് മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് ശുപാർശ ചെയ്യുന്നത്. ജനിച്ച് 3ാമത്തെയും 7ാമത്തെയും ദിവസങ്ങൾക്കിടയിൽ കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഈ കാലയളവിൽ ബിലിറുബിന്റെ അളവ് സാധാരണയായി ഉയർന്ന നിലയിലാവാം. കുഞ്ഞ് ജനിച്ച് 72 മണിക്കൂറിന് മുമ്പ് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് നോക്കുവാൻ ഒരു ഫോളോ അപ്പ് പരിശോധന നടത്തേണ്ടതായി വരും. കുഞ്ഞിന്റെ ചർമ്മം കൂടുതൽ മഞ്ഞ നിറമാകുക, കുഞ്ഞിന്റെ വയറിലോ കൈകളിലോ കാലുകളിലോ ഉള്ള ചർമ്മം മഞ്ഞയായി കാണപ്പെടുക, കുഞ്ഞിന്റെ കണ്ണുകളുടെ വെള്ള മഞ്ഞയായി കാണപ്പെടുക, കുഞ്ഞ് ക്ഷീണതയായി കാണപ്പെടുക, കുഞ്ഞിന് ഭാരം ക്രമമായി കൂടാതിരിക്കുക, അല്ലെങ്കിൽ ശരിയായി പാൽ കുടിക്കാതിരിക്കുക, കുഞ്ഞ് ഉച്ചത്തിൽ കരയുക, അതല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ലക്ഷണങ്ങൾ കുട്ടിയിൽ കാണപ്പെടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ വൈദ്യസഹായം തേടണം. ഹൈപ്പർ ബിലിറുബിനിമിയ എന്നറിയപ്പെടുന്ന അമിതമായി അടിഞ്ഞുകൂടുന്ന ബിലിറുബിനാണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന കാരണം. മഞ്ഞപ്പിത്തത്തിന്റെ മഞ്ഞ നിറത്തിന് ഉത്തരവാദിയായ ബിലിറുബിൻ ഉപയോഗിച്ച ചുവന്ന രക്താണുക്കളുടെ തകർച്ചയിൽ നിന്ന് പുറത്തുവരുന്ന പിഗ്മെന്റിന്റെ ഒരു സാധാരണ ഭാഗമാണ്. നവജാത ശിശുക്കൾ മുതിർന്നവരെക്കാൾ കൂടുതൽ ബിലിറുബിൻ ഉൽപ്പാദിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ജനനശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ ചുവന്ന രക്താണുക്കളുടെ വലിയ ഉൽപ്പാദനവും വേഗത്തിലുള്ള തകർച്ചയും കാരണം സാധാരണഗതിയിൽ കരൾ രക്തപ്രവാഹത്തിൽ നിന്ന് ബിലിറുബിൻ ഫിൽട്ടർ ചെയ്യുകയും കുടലിലേക്ക് വിടുകയും ചെയ്യുന്നു. നവജാത ശിശുവിന്റെ പാകതയെത്താത്ത കരളിനെ പലപ്പോഴും ബിലിറുബിൻ വേഗത്തിൽ നീക്കം ചെയ്യുവാൻ കഴിയില്ല. ഇത്
ബിലിറുബിൻ അധികമാകുവാൻ കാരണമാകുന്നു. നവജാത ശിശുക്കളുടെ ഈ സാധാരണ അവസ്ഥകൾ മൂലമുണ്ടാകുന്ന മഞ്ഞപ്പിത്തത്തിന് ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് വിളിക്കുന്നു. ഇത് സാധാരണയായി ജനനശേഷം 2-ാമത്തെയോ അല്ലെങ്കിൽ 3-ാമത്തെയോ ദിവസത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഏതെങ്കിലും ഒരു അടിസ്ഥാന കാരണം മൂലം ശിശുമഞ്ഞപ്പിത്തത്തിന് കാരണമായേക്കാം. ഈ സന്ദർഭങ്ങളിൽ മഞ്ഞപ്പിത്തം പലപ്പോഴും ശിശുമഞ്ഞപ്പിത്തത്തിന്റെ സാധാരണ രൂപത്തെക്കാൾ വളരെ നേരത്തെയോ അല്ലെങ്കിൽ വളരെ വൈകിയോ പ്രത്യക്ഷപ്പെടുന്നു. ആന്തരിക രക്തസ്രാവം, കുഞ്ഞിന്റെ രക്തത്തിലെ അണുബാധ, മറ്റ് വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയ അണുബാധകൾ, അമ്മയുടെ രക്തവും കുഞ്ഞിന്റെ രക്തവും തമ്മിലുള്ള പൊരുത്തക്കേട്, കരൾ തകരാറ്, കുഞ്ഞിന്റെ പിത്തരസ നാളങ്ങൾ അടയുകയോ അല്ലെങ്കിൽ സ്കാറുകൾ വീഴുകയോ ചെയ്യുന്ന അവസ്ഥയായ ബിലിയറി അട്രേസിയ, എൻസൈം കുറവ്, കുഞ്ഞിന്റെ ചുവന്ന രക്താണുക്കളുടെ അസാധാരണത തുടങ്ങിയ രോഗങ്ങളോ അവസ്ഥകളോ മഞ്ഞപ്പിത്തത്തിന് കാരണമായേക്കാം. മഞ്ഞപ്പിത്തം ഉണ്ടാകുവാനുള്ള പ്രധാന അപകട ഘടകങ്ങൾ, പ്രത്യേകിച്ച് കഠിനമായ മഞ്ഞപ്പിത്തം ഉണ്ടാകുവാനുള്ള അപകട ഘടകങ്ങൾ ചില സങ്കീർണതകൾക്ക് കാരണമാകുന്നു. പ്രിമച്വർ ബർത്ത് അഥവാ ഗർഭാവസ്ഥയുടെ 38 ആഴ്ചയ്ക്ക് മുമ്പ് ജനിച്ച ഒരു കുഞ്ഞിന് മാസം തികഞ്ഞ് ജനിക്കുന്ന ശിശുക്കളെ പോലെ വേഗത്തിൽ ബിലിറുബിൻ പ്രോസസ് ചെയ്യുവാൻ കഴിഞ്ഞേക്കില്ല. മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയുകയും തന്മൂലം മലവിസർജനം കുറയുകയും ചെയ്യും. ഇത് മലത്തിലൂടെ ബിലിറുബിൻ പുറന്തള്ളുന്നത് കുറയുന്നു. ചിലപ്പോൾ പ്രസവ സമയത്ത് നവജാത ശിശുക്കൾക്ക് ക്ഷതങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ചുവന്ന രക്താണുക്കളുടെ ബ്രേക്ക് ഡൗൺ അഥവാ തകർച്ച കൂടുതലാകുന്നത് കാരണം ബിലിറുബിൻ ഉയർന്ന അളവിൽ ഉണ്ടാകാം. അമ്മയുടെ രക്തഗ്രൂപ്പ് കുഞ്ഞിന്റെ രക്തഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പ്ലാസന്റയിലൂടെ കുഞ്ഞിന് ആന്റിബോഡികൾ ലഭിച്ചിരിക്കാം. ഇത് ചുവന്ന രക്താണുക്കളുടെ അസാധാരണമായ ദ്രുത തകർച്ചയ്ക്ക് കാരണമാകുന്നു. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് മുലപ്പാൽ കുടിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്കോ അതല്ലെങ്കിൽ മുലയൂട്ടൽ വഴി ആവശ്യമായ പോഷകാഹാരം ലഭിക്കാത്ത കുഞ്ഞുങ്ങൾക്കോ മഞ്ഞപ്പിത്തം വരുവാനുള്ള സാധ്യത കൂടുതലാണ്. നിർജ്ജലീകരണം അല്ലെങ്കിൽ കുറഞ്ഞ കലോറി ഉപഭോഗം മഞ്ഞപ്പിത്തത്തിന്റെ ആരംഭത്തിന് കാരണമായേക്കാം. കിഴക്കൻ ഏഷ്യൻ വംശജരായ കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം വരുവാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കഠിനമായ മഞ്ഞപ്പിത്തത്തിന് കാരണമാകാവുന്ന ഉയർന്ന അളവിലുള്ള ബിലിറുബിൻ ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരമായ സങ്കീർണതകൾക്ക് കാരണമാകും. ബിലിറുബിൻ തലച്ചോറിലെ കോശങ്ങൾക്ക് ടോക്സിക് അഥവാ വിഷകരമാണ്. ഒരു കുഞ്ഞിന് കടുത്ത മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ ബിലിറുബിൻ തലച്ചോറിലേക്ക് കടക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ അക്യൂട്ട് ബിലിറുബിൻ എൻസെഫലോപ്പതി എന്ന് വിളിക്കുന്നു. നിസ്സംഗത, ഉറക്കത്തിൽ നിന്ന് ഉണർവാനുള്ള ബുദ്ധിമുട്ട്, ഉച്ചത്തിലുള്ള കരച്ചിൽ, മുലപ്പാൽ കുടിക്കാതിരിക്കുക, കഴുത്തും ശരീരവും പിന്നിലേക്ക് വളയുക, പനി തുടങ്ങിയ ലക്ഷണങ്ങളാണ് അക്യൂട്ട് ബിലിറുബിൻ എൻസെഫലോപ്പതിയുടെ ലക്ഷണങ്ങൾ. ഉടനടിയുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിലൂടെ തലച്ചോറിലെ ഗണ്യമായ ശാശ്വതമായ കേടുപാടുകൾ ഒഴിവാക്കുവാൻ സാധിക്കും. അക്യൂട്ട് ബിലിറുബിൻ എൻസെഫലോപ്പതി തലച്ചോറിന് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുകയാണെങ്കിൽ ആ അവസ്ഥയെയാണ് കെർണിക്ടറസ് എന്ന് പറയുന്നത്. കെർണിക്ടറസ് ഇനി പറയുന്നവയ്ക്ക് കാരണമാകാം. അഥറ്റോയിഡ് സെറിബ്രൽ പാൾസി എന്നറിയപ്പെടുന്ന സ്വമേധയാ ചെയ്യുന്നതല്ലാത്ത അനിയന്ത്രിതമായ ചലനങ്ങൾ, മുകളിലേക്കുള്ള നോട്ടം, കേൾവിക്കുറവ്, പല്ലിന്റെ ഇനാമലിന്റെ കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ കെർണിക്ടറസ് എന്ന അവസ്ഥ ഉള്ള കുട്ടികൾക്ക് കണ്ടുവരുന്നു. കുഞ്ഞുങ്ങളിലെ മഞ്ഞപ്പിത്തം തടയുന്നതിനുള്ള ഏറ്റവും നല്ല പ്രതിരോധ മാർഗം കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ നൽകുക എന്നതാണ്. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ആദ്യ ദിവസങ്ങളിൽ 8 മുതൽ 12 വരെ പ്രാവശ്യം മുലയൂട്ടണം. മുലപ്പാലിന് പകരം പാൽപ്പൊടിയാണ് കലക്കി കൊടുക്കുന്നത് എങ്കിൽ ശിശുക്കൾക്ക് സാധാരണയായി ആദ്യ ആഴ്ചയിൽ ഓരോ 2-3 മണിക്കൂറോട്ട് കൊടുക്കുമ്പോൾ 1 മുതൽ 2 ഔൺസ് പാൽ നൽകണം. കുഞ്ഞിന്റെ ശരീര പരിശോധനയെ അടിസ്ഥാനമാക്കി മഞ്ഞപ്പിത്തം നിർണ്ണയിക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും ഈ സന്ദർഭത്തിലും കുഞ്ഞിന്റെ രക്തത്തിലെ ബിലിറുബിന്റെ അളവ് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. രക്തത്തിലെ ബിലിറുബിന്റെ അളവ് മഞ്ഞപ്പിത്തത്തിന്റെ തീവ്രത സൂചിപ്പിക്കുകയും ചികിത്സയുടെ ഗതി നിർണ്ണയിക്കുന്നതിന് സഹായകരമാവുകയും ചെയ്യും. ശിശുക്കളിലെ മഞ്ഞപ്പിത്തം കണ്ടെത്തുന്നതിനും ബിലിറുബിൻ അളവ് നിർണ്ണയിക്കുന്നതിനും ചില പരിശോധനകൾ ആവശ്യമായി വരുന്നു. കുഞ്ഞിന്റെ ശാരീരിക പരിശോധനയ്ക്കൊപ്പം രക്തത്തിന്റെ ഒരു സാമ്പിൾ ശേഖരിച്ച് ലബോറട്ടറി പരിശോധന നടത്തുന്നു. അതോടൊപ്പം ട്രാൻസ്ക്യൂട്ടേനിയസ് ബിലിറുബിനോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചുള്ള ഒരു ചർമ്മ പരിശോധന നടത്തുന്നു. കുഞ്ഞിന് ഉണ്ടായിട്ടുള്ള മഞ്ഞപ്പിത്തം അന്തർലീനമായ ഒരു അസുഖം മൂലമാണ് ഉണ്ടാകുന്നത് എന്നതിന് തെളിവുകളുണ്ടെങ്കിൽ അധിക രക്തപരിശോധനയോ മൂത്രപരിശോധനയോ നിർദ്ദേശിച്ചേക്കാം.
കുഞ്ഞുങ്ങളിലെ മഞ്ഞപ്പിത്തം പലപ്പോഴും 2-3 ആഴ്ചകൾക്കുള്ളിൽ സ്വയം അപ്രത്യക്ഷമാവുകയാണ് പതിവ്. മിതമായതോ കഠിനമായതോ ആയ രീതിയിലാണ് മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടുള്ളതെങ്കിൽ കുഞ്ഞിനെ നവജാത ശിശുക്കൾക്കായുള്ള സംവിധാനത്തിൽ പ്രവേശിപ്പിക്കേണ്ടതായി വരും. കുഞ്ഞിന്റെ രക്തത്തിലെ ബിലിറുബിന്റെ അളവ് കുറയ്ക്കുന്നതിനുള്ള ചികിത്സകളിൽ ചില ഘടകങ്ങൾ ഉൾപ്പെടുന്നു. കുഞ്ഞിന്റെ ശരീരഭാരം കുറയുന്നത് തടയുവാനായി കുഞ്ഞിന് മതിയായ പോഷകാഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാൻ കൂടുതൽ പ്രാവശ്യം മുലയൂട്ടുവാനോ അല്ലെങ്കിൽ അനുബന്ധ ഭക്ഷണമോ ശുപാർശ ചെയ്തേക്കാം. ലൈറ്റ് ട്രീറ്റ്മെന്റ് എന്നറിയപ്പെടുന്ന ശിശുക്കളിലെ ഫോട്ടോതെറാപ്പി രക്തത്തിലെ ബിലിറുബിൻ ഇല്ലാതാക്കുവാൻ പ്രകാശം ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയയിലൂടെ കുഞ്ഞിന്റെ ചർമ്മവും രക്തവും ഈ പ്രകാശ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഇതിലൂടെ ബിലിറുബിൻ അവരുടെ സിസ്റ്റത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഉൽപ്പന്നമാക്കി മാറ്റുന്നു. അതായത് ഈ പ്രകാശ തരംഗങ്ങൾ ബിലിറുബിൻ തന്മാത്രകളുടെ ആകൃതിയും ഘടനയും മാറ്റുന്നു. അങ്ങനെ അവ മൂത്രത്തിലൂടെയും മലത്തിലൂടെയും പുറന്തള്ളപ്പെടുന്നു. ലൈറ്റ് എമിറ്റിംഗ് പാഡോ മെത്തയോ ഉപയോഗിച്ച് ലൈറ്റ് തെറാപ്പി അനുബന്ധമായി നൽകുവാൻ കഴിയും. ചിലപ്പോൾ ശിശുക്കളുടെ മഞ്ഞപ്പിത്തം അമ്മയും കുഞ്ഞും തമ്മിലുള്ള രക്തഗ്രൂപ്പ് വ്യത്യാസവുമായി ബന്ധപ്പെട്ടായിരിക്കാം ഉണ്ടാകുന്നത്. അമ്മയിൽ നിന്ന് കുഞ്ഞിന് ലഭിക്കുന്ന ആന്റിബോഡികൾ കുഞ്ഞിന്റെ ചുവന്ന രക്താണുക്കളുടെ ദ്രുതഗതിയിലുള്ള തകർച്ചയ്ക്ക് കാരണമാകുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻട്രാവീനസ് ട്രാൻസ്ഫ്യൂഷനിലൂടെ ആന്റിബോഡികളുടെ അളവ് കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു രക്തപ്രോട്ടീൻ നൽകുന്നത് വഴി മഞ്ഞപ്പിത്തം കുറയ്ക്കുകയും ഒരു എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷന്റെ ആവശ്യകത കുറയ്ക്കുകയും ചെയ്യും. എന്നിരുന്നാലും പലപ്പോഴും ഇതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ നിർണായകമല്ല. അപൂർവമായി കഠിനമായ മഞ്ഞപ്പിത്തം ബാധിച്ച ശിശുക്കളിൽ മഞ്ഞപ്പിത്തം മറ്റ് ചികിത്സകളോട് പ്രതികരിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ കുഞ്ഞിന് രക്തപകർച്ച ആവശ്യമായി വന്നേക്കാം. ഇതിനായി ചെറിയ അളവിൽ രക്തം ആവർത്തിച്ച് പിൻവലിക്കുകയും ദാതാവിന്റെ രക്തം നൽകുകയും ചെയ്യുന്നു. അതുവഴി ബിലിറുബിൻ മാതൃ ആന്റിബോഡികൾ നേർപ്പിക്കുന്നു. ഈ നടപടിക്രമം നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെച്ചാണ് നടത്തുന്നത്. ശിശുക്കളിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം ഗുരുതരമല്ലെങ്കിൽ ബിലിറുബിന്റെ അളവ് കുറയ്ക്കുവാനായി കഴിയുന്ന തരത്തിൽ ഭക്ഷണശീലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശിച്ചേക്കാം. കുഞ്ഞ് എത്ര അളവിൽ അല്ലെങ്കിൽ എത്ര തവണ ഭക്ഷണം നൽകുന്നു എന്നതിനെക്കുറിച്ചോ മുലയൂട്ടുന്നതിൽ പ്രശ്നങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ചോ എന്തെങ്കിലും ചോദ്യങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. ചില നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ ശിശുക്കളുടെ മഞ്ഞപ്പിത്തം കുറയ്ക്കുവാനായി സാധിക്കും. കുഞ്ഞിന് ഇടയ്ക്കിടെ കൂടുതൽ പ്രാവശ്യം പാൽ നൽകുന്നതിലൂടെ കുഞ്ഞിന് കൂടുതൽ പ്രാവശ്യം മലവിസർജനത്തിന് കാരണമാവുകയും ഇതിലൂടെ കുഞ്ഞിന്റെ മലത്തിലൂടെ ഒഴിവാക്കപ്പെടുന്ന ബിലിറുബിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ 8 മുതൽ 12 വരെ പ്രാവശ്യം മുലപ്പാൽ നൽകണം. ഫോർമുല പാൽ നൽകുന്ന ശിശുക്കൾക്ക് സാധാരണയായി ആദ്യ ആഴ്ചയിൽ ഓരോ 2-3 മണിക്കൂർ കൂടുമ്പോൾ 1 മുതൽ 2 ഔൺസ്, അതായത് ഏകദേശം 30 മുതൽ 60 മില്ലിലിറ്റർ വരെ ഫോർമുല പാൽ നൽകേണ്ടതായി വരാം. കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരീരഭാരം കുറയുന്നതിനോ അല്ലെങ്കിൽ നിർജ്ജലീകരണം സംഭവിക്കുകയോ ചെയ്തേക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ കുഞ്ഞിന് മുലപ്പാലിന് പകരം അമ്മയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത പാലോ അല്ലെങ്കിൽ ഫോർമുല പാലോ നൽകുവാൻ നിർദ്ദേശിച്ചേക്കാം. ചില സന്ദർഭങ്ങളിൽ കുറച്ചു ദിവസത്തേക്ക് ഫോർമുല പാൽ മാത്രം ഉപയോഗിക്കാനും തുടർന്ന് മുലയൂട്ടൽ പുനരാരംഭിക്കുവാനും നിർദ്ദേശിച്ചേക്കാം. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നന്ദി.